തോന്നുന്നു. സാധനങ്ങളൊക്കെ കുറച്ച് കുറവാണ്. നാളെയൊക്കെ ആകുമ്പോഴത്തേനും പ്രിയങ്കരനായ കൃഷി ഓഫീസർ നാരായണ സാർ, സ്നേഹമുള്ള കുടുംബശ്രീ പ്രവർത്തകർ, കൃഷി ഓഫീസിലെ ജീവനക്കാർ, നല്ലവരായ നാട്ടുകാരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സുദിനം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം വിഷരഹിത പച്ചക്കറി ഒരു കാലഘട്ടത്തിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ടിരുന്ന വിഷം തെളിച്ച പച്ചക്കറികളും മറ്റ് ഉൽപ്പന്നങ്ങളും ആയിരുന്നു ഈ വിഷുവും ഈസ്റ്റർ അതുപോലെ ഓണം കാലങ്ങളിലൊക്കെ നമ്മുടെ വിപണന കേന്ദ്രങ്ങൾ കൈയടക്കിയിരുന്നത്. എന്നാൽ കുടുംബശ്രീയുടെ വരവോടുകൂടി അവരുടെ പ്രവർത്തനത്തിൻ്റെ പന്താവിൽ ഈ കൃഷി കാർഷിക മേഖലയിലൂടെ ഊന്നൽ നൽകി ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായാണ് നമ്മുടെ എല്ലാം വീടുകളിൽ അടുക്കളത്തോട്ടം കുടുംബശ്രീയും പഞ്ചായത്തും ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഞാൻ ഉണ്ടായിരുന്ന എല്ലാ കാലഘട്ടങ്ങളിലും അതിന് വളരെയധികം മുൻതൂക്കം നൽകിക്കൊണ്ട് കൃഷി മേഖലയിൽ കാർഷിക മേഖലകളിൽ അടുക്കളത്തോട്ടങ്ങൾ പോലെ നടത്തി നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ആവശ്യമായ പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ വിഷുവിനോട് മുന്നോടിയായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഈ പച്ചക്കറികൾ വിപണനം കൂടെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഈ വിപണന മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. പരമാവധി ആൾക്കാരുടെ ശ്രദ്ധ ഇതിലേക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഈ വിപണന മേള വളരെ ഗംഭീരമാക്കാൻ കുടുംബശ്രീ പ്രവർത്തകർ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഉൽപ്പന്നങ്ങളൊക്കെ വളരെ കുറവാണ്. കഴിഞ്ഞ നിലയൊക്കെ ഈസ്റ്ററും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ആളുകൾ അതിൻ്റെ പങ്കാളിത്തവും ഒക്കെ വളരെ കുറവാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നല്ലൊരു പങ്കാളിത്തത്തോടു കൂടി ഈ വിപണനമേള നമുക്ക് മാതൃകാപരമാക്കി തീർക്കാൻ സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നു. നന്ദി, നല്ലൊരു കാര്യം തന്നെയാണ്. സാധാരണ നമ്മുടെ ഈ പ്രാവശ്യം അതൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഏതായാലും നമ്മുടെ കുടുംബശ്രീ ഇതിന് മെനക്കെട്ടതിന് വളരെ പ്രശംസനീയമാണ്.